എണ്ണ ഒഴിക്കുക. എഴുന്നോട്ടെ ഒരു 3-4 സ്പൂൺ. സ്പൂണല്ല കേട്ടോ, എണ്ണ. ഇനിയും കുറച്ചുകൂടെ വേണം എണ്ണ. എണ്ണ അതുപോലെ, അതുകൊണ്ട് പിന്നെയും കുറച്ചുകൂടി ഒഴിച്ചു കേട്ടോ. എണ്ണ ഇച്ചിരി നല്ലോണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം കുറച്ച് ജീരകം ഇടുക. ഇടുക, മുഹൂർത്തമൊന്നും നോക്കണ്ട കേട്ടോ. അല്ല, എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ജീരകം, പിന്നെ നീന്തു, അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് പൊട്ടിത്തെറിക്കേ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും. 3 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അല്ല പൊട്ടിത്തെറിക്കുന്നത്. കവചം പിടിച്ചേക്കാണ്, അല്ലെങ്കിൽ മുഴുവൻ മേടിച്ചേക്ക്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇടാം. പിന്നെ അത് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ തൈര് കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പൊട്ടണ സാധനത്തിലേക്ക് ഇടാം. പൊട്ടണില്ല, ഇത് ആയിക്കൊണ്ടിരുന്ന ചട്ടിയിലേക്ക് ഇടാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. സ്ലോ ഫ്ലെയിമിലാണ്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് ഒരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എവിടം വരെ എത്തിയെന്ന് നോക്കട്ടോ. ഓഹോ, തനിയെ വെള്ളത്തിൽ കുളിച്ച് കിടക്കണ്ടല്ലോ ചേട്ടൻ. ഇത് എവിടെ നിന്ന് എത്തി വെള്ളമൊക്കെ അല്ലേ? എന്തോരം വെള്ളം ഒഴിച്ചു. എനിക്ക് വേണേൽ കോഴി നിറയെ വെള്ളം കുടിച്ചു അല്ലേ? അതുകൊണ്ടാണ് ഈ ചിക്കൻ കടയിൽ ചെല്ലുമ്പോഴില്ലേ കോഴിക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കാനായിട്ട് പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴി ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിക്കന് തൂക്കം കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വേണ്ട, വെള്ളം കോഴി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം കേട്ടോ, വെന്തിട്ടില്ല. അപ്പോൾ ഉള്ളി നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പോരാല്ലേ, കുറച്ചുകൂടെ ആക്കും. അങ്ങനെ ഇത്രയും ചെറുതായിട്ട് മതി കേട്ടോ. നമുക്കവിടെ കൈ കൊണ്ട് വരും. ഞാനിപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും, അതുകൊണ്ടാണ്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് പകുതി വെന്തു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് മസാലകളിടാം. ഇത് 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഇത് ആവശ്യാനുസരണം നിങ്ങൾക്ക് സ്പൈസി വേണമെങ്കിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് 1.5 മുളക് പൊടി, കുരുമുളക് ഒരു 2 സ്പൂൺ. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞാണെങ്കിൽ എരിവ് അത്രയും കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ മറ്റേ മസാല, ഗരം മസാല കുറച്ച് മതി. ചിക്കൻ പൊടി എവിടെയാണ്? ചിക്കൻ പൊടിയാണ് ഇത്, ഗരം മസാല. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ടേക്കാം. പേസ്റ്റ് ചെയ്യാതെ നമ്മൾ കൈ കൊണ്ട് മുഴുവനും എടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇല്ലാത്തത് കൊണ്ട് കരിവേപ്പില ഇട്ടില്ല. കരിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇളക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് എന്ത് എണ്ണയാണെന്ന് വെച്ചാൽ
അതുപോലെ സൺഫ്ലവർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യണേ ഇതിങ്ങനെ നന്നായിട്ട് ഓ ഇപ്പോൾ ഫോൺ താഴ്ത്തു പോയി. കളി അങ്ങോട്ടും കളിക്കുന്നുണ്ട്. ഇളക്കി നന്നായി യോജിപ്പിക്കുക. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇതിനകത്തേക്ക് ഞാൻ ഉള്ളിയിലേക്ക് ഞാൻ വേണം മറ്റേ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇരിക്കുമോ എന്ന് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കളി പേസ്റ്റൊക്കെ ആണ് അടച്ചു വയ്ക്കുക. ഇനി കുറച്ച് അടച്ച് വെച്ച് നമുക്കിനി വേവിക്കാം. അങ്ങനെ അടുപ്പ് മാറ്റി നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് എണ്ണയിൽ കിടന്നത് മൊരിയുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അങ്ങനെ നമ്മുടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ഇടൂ. നല്ല റൂമൊക്കെ വേണ്ടത് നല്ല ടേസ്റ്റാണത്. മണം കണ്ടാലറിയാം. മണം കേക്ക് മണം കേട്ടാൽ അനുഭവിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു കോഴിക്കാലെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളിത് ഇങ്ങനെ നമുക്ക് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ചിക്കൻ പിരട്ടിയത് അങ്ങനെ ചിക്കൻ പെരട്ട് റെഡിയായി. ചിക്കൻ ഫ്രൈന്നോ ചിക്കൻ പെരട്ടെന്നോ. അയ്യോ കൊതി വന്നിട്ട് എളുപ്പെടുത്തുന്നു. നല്ലതാണെന്നാണ് പറയുന്നത്. തന്നെ ഉണ്ടാക്കി. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഉള്ളിയല്ല ഒരു കഷ്ണം ഉള്ളിക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ചെറിയ കഷ്ണം എടുത്ത് കഴിച്ച് വിട്ട് പറ നല്ലതാണോന്ന്. ഭയങ്കര നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ?